നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. കേരളത്തിന് വേണ്ടി മാത്രമല്ല തമിഴ്നാടിനു വേണ്ടിയും MP ആയി പ്രവർത്തിക്കുമെന്ന് സുരേഷ് ഗോപി സഹമന്ത്രിയായി അധികാരമേറ്റപ്പോൾ തന്നെ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നതാണ്. ഇപ്പോഴിതാ ചെന്നൈയിൽ മാധ്യമങ്ങളോട് തമിഴ്നാടിനു വേണ്ടിയും MP ആയി പ്രവർത്തിക്കുമെന്ന് സുരേഷ് ഗോപി പ്രതികരിച്ചിരിക്കുകയാണ്. തമിഴ് മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് തമിഴിൽ തന്നെ മറുപടി കൊടുക്കുകയായിരുന്നു അദ്ദേഹം. കാവേരി, ശബരിമല, പെട്രോൾ വില വർധനവ് തുടങ്ങി നിരവധി വിഷയങ്ങളിൽ ഉയർന്ന ചോദ്യങ്ങൾക്ക് സുരേഷ് ഗോപി ഉത്തരം നൽകി. തൃശൂരിലെ ജനങ്ങളുടെ അനുഗ്രഹമാണ് ഈ വിജയം. ഞാൻ എന്തു ചെയ്താലും അത് അവർക്ക് ലഭിക്കണം. എന്നിരുന്നാലും ഞാൻ അവരോട് തിരഞ്ഞെടുപ്പിന് മുൻപേ തന്നെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. തമിഴ്നാടിനു വേണ്ടിയും ഒരു MP ആയി ഞാൻ പ്രവർത്തിക്കുമെന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ തന്നെ കൗൺസിലിൽ എടുത്തിട്ടുണ്ട്. അതിനാൽ എവിടെയൊക്കെ പോകണമോ അവിടെയെല്ലാം പോകും. എന്തൊക്കെ ചെയ്യണമോ അതെല്ലാം ഞാൻ ചെയ്യും. കാവേരി അടക്കമുള്ള പ്രശ്നങ്ങൾ തമിഴ്നാട്ടിലുണ്ട് എന്നും അതെല്ലാം പരിഹരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ടൂറിസം വകുപ്പ് ഒരു വലിയ പ്രശ്നമല്ല, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം. എന്നാൽ പെട്രോളിയം വകുപ്പ് അങ്ങനെയല്ല, മുഴുവൻ ടെക്നിക്കലി വേണം ചെയ്യാൻ. എന്തു ചെയ്യണം, എന്തു ചെയ്യരുത് എന്നതിനെ പറ്റി കൃത്യമായി പഠിക്കേണ്ടതുണ്ട്. ഇവിടെ രാഷ്ട്രീയമല്ല, നിങ്ങൾക്ക് രാഷ്ട്രീയം കളിക്കണമെങ്കിൽ കളിച്ചോളൂ. പിന്നെ ശബരിമല വിഷയം, ശബരിമലയിൽ ആരും തൊട്ട് കളിക്കേണ്ടതില്ല. അങ്ങനെ കളിച്ചവർക്കെല്ലാം നന്നായി പൊള്ളിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഒന്നും ഓർത്ത് ഭയപ്പെടേണ്ട. ഈ ചെന്നൈ എന്നെ വളർത്തിയ സ്ഥലമാണ്. എനിക്ക് ഉറങ്ങാൻ ഇടം തന്ന നാടാണ് തമിഴ്നാട് എന്നായിരുന്നു സുരേഷ് ഗോപി പറഞ്ഞത്. അതേസമയം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കൊപ്പമുള്ള വിമാനയാത്രയുടെ ചിത്രം പങ്കുവച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് നടൻ റഹ്മാൻ. ചെന്നൈയിൽ നിന്ന് കൊച്ചിയിലേക്കാണ് ഇരുവരും ഒരുമിച്ച് യാത്ര ചെയ്തത്. ഈ യാത്രക്കിടയിൽ എടുത്ത സെൽഫിയാണ് റഹ്മാൻ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരിക്കുന്നത്. സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി ആയതിലുള്ള സന്തോഷവും താരം ആരാധകരുമായി പങ്കിട്ടിട്ടുണ്ട്. ചെന്നൈയിൽ നിന്ന് കൊച്ചിയിലേക്ക് സംസ്ഥാന പെട്രോളിയം പ്രകൃതിവാതക മന്ത്രിക്കൊപ്പം സിനിമയെക്കുറിച്ചും രാഷ്ട്രീയത്തെക്കുറിച്ചും വ്യക്തി ജീവിതത്തെക്കുറിച്ചും സംസാരിച്ചു. കൂടുതൽ ഉത്തരവാദിത്തങ്ങളിലേക്കുള്ള പുതിയ ജോലി, ജനങ്ങളോടുള്ള നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നന്മ മാത്രം പ്രാർത്ഥിക്കുന്നു. പ്രിയ സുഹൃത്തെ, ദൈവം അനുഗ്രഹിക്കട്ടെ എന്നാണ് സുരേഷ് ഗോപിക്കൊപ്പമുള്ള ചിത്രം പങ്കുവച്ചുകൊണ്ട് റഹ്മാൻ കുറിച്ചത്. തൃശൂരിൽ വിജയിച്ചപ്പോഴും കേന്ദ്രമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടപ്പോഴും സുരേഷ് ഗോപിയെ റഹ്മാൻ അഭിനന്ദിച്ചിരുന്നു. മാത്രമല്ല സുരേഷ് ഗോപിയുടെ പിറന്നാൾ ദിനത്തിലും താരം ആശംസകൾ നേർന്നിരുന്നു.